അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുവാണെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയേക്കാം. ഇത് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ അത് എന്തായാലും വെറുതെ യൂസ് ഇല്ലാതിരിക്കുക. ഇത് ചൈനീസ് വാട്ടർ ഡിസ്പെൻസറാണ്. മറ്റേ 20 ലിറ്ററിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, റീചാർജബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുവാന്ന് നോക്കാം. ഇവിടെ നിന്നൊരു പൈപ്പ് ഉണ്ടാകും. പൈപ്പ് 20 ലിറ്റർ ബോട്ടിലിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഇതൊരു ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ മേലെ വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് താഴത്തോട്ട് ലാസ്റ്റ് വരെ ഉണ്ടാവും. അതിൽ നിന്ന് വെള്ളം ഇതുവഴി ഇങ്ങനെ പുറത്തോട്ട് വരും. ഓക്കെ, 350 രൂപക്കൊക്കെ കിട്ടുന്ന സാധനമാണ്. ചൈനീസ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് സ്വീറ്റ്സ് അല്ല കേട്ടോ, ഇതിൻ്റെ ടൂൾസാണ്. ഒരു സ്റ്റാർ സ്ക്രൂ ആണ് ഇതിൻ്റെ അകത്ത്. നമുക്കൊരു ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് സ്ക്രൂ രണ്ടും ഒന്ന് അഴിച്ചെടുക്കാം. ഇത് സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം അഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടി. അപ്പോൾ ഇത് ഈ 2 സ്ക്രൂ ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അത് രണ്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തുവാന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഇത് ഡിറ്റാച്ചബിളാണ്. ഇത് ഇവിടെ നിന്ന് അഴിച്ചെടുക്കാം നമുക്ക്. ഒരു സ്റ്റീൽ പൈപ്പാണ്, ഇതിലൂടെയാണ് വെള്ളം വരുന്നത്. ഇതിൻ്റെ താഴത്തുണ്ടാകുന്ന പൈപ്പ് മറ്റേ ഒരു ട്യൂബാണ്, പ്ലാസ്റ്റിക് അല്ല, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് ഇങ്ങനെ അയച്ചെടുക്കാവുന്നേ. ഇത് കാലിയാണ്, ഇത് ജസ്റ്റ് ഒരു കവറാണ്. മെയിൻ കമ്പോണൻസ് മൊത്തം ഇതിലാണ്. ഇത് കണ്ടോ, ഇത് സിമ്പിളായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സമ്മതിക്കണം ഈ ചൈനക്കാരെ. ഒരു പോർട്ടബിൾ ബാറ്ററി, റീചാർജബിളാണ്. പിന്നെ ഒരു പമ്പ്, സെക്ഷൻ പമ്പ്. ഇതിലൂടെയാണ് ഇവിടുന്ന് വെള്ളം സക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ സക്ക് ചെയ്തെടുക്കും. ഇവിടുന്ന് ഡിസ്പെൻസ് ചെയ്യും. ഇവിടെ ഇതിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡിൽ അധികം സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കണ്ടോ, USB പോർട്ടാണ്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. കൊള്ളാം ഇവന്മാർ, ഇത്ര ഈസി ആയിട്ടാണ് സാധനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും യൂസ്ഫുള്ളാണിത്. 350 രൂപക്ക് ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു 8 മാസം കൂടുതൽ ഉപയോഗിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സാധനമാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി കൂടി നല്ല ബോർഡൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി വാറണ്ടിയൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ഇത് എത്ര സിമ്പിളായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നല്ലേ. ഇതിപ്പോൾ ചീത്തയിൽ പോയി. അപ്പോൾ ഈ റീചാർജബിൾ ബാറ്ററി ഞാൻ അടുത്ത് വേറെ എന്തിനേലും ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബാറ്ററി. ഈ പമ്പ് ബോർഡില്ലാതെ വർക്ക് ചെയ്യത്തില്ലായിരിക്കും. നോക്കാം എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ ബൈ.